ഇന്നലെ അബുദാബിയിൽ നിന്ന് ഒരു സ്നേഹിതൻ എന്നെ വിളിച്ച് വീണ്ടും അപകട സൂചനയുടെ സൈറൺ മുഴങ്ങിത്തുടങ്ങി. ഞാനിപ്പോൾ വിളിക്കുന്ന സന്ദർഭത്തിലും എനിക്കത് കേൾക്കാം എന്ന് എന്നോട് പറയുകയുണ്ടായി. UAE ഒരു പ്രത്യേക ഭാഗമായി മാറി നിന്നുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രവാസികളായി ഇന്നും അവിടെ കഴിയുന്ന, പണിയെടുത്ത് നാടിനെ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും ദൈവ കൃപയിലേക്കും നയിക്കുന്നതിന് സഹായിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ അങ്കലാപ്പും വേദനയും വളരെ ശക്തമായി വരുന്നത് നമുക്ക് ഒരു വല്ലാത്ത ഒരു അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശാന്തിയും സമാധാനവും ലോകത്ത് പുലരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഗമം നമ്മെ ധാരാളം കൊച്ചു കാര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മളുടെ ചിന്തയെ പ്രവാസികളായിരിക്കുന്ന ആളുകൾ കൂടി നടക്കുന്ന ദേവാലയങ്ങളിൽ പോകുമ്പോഴാണ് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ സഭയുടെ ചൈതന്യവും അതിൻ്റെ ഊർജവും ശക്തമായി നമുക്ക് കാണാനും സ്പന്ദിച്ച് അത് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇവിടുത്തെ സൺഡേ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളില്ല. എന്നാൽ വിദേശത്തുള്ള സൺഡേ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്. ഇവിടുത്തെ കൊച്ചു കൂട്ടായ്മകളിൽ ആളുകൾ കുറഞ്ഞു വരുന്നു. എന്നാൽ പ്രവാസികളുടെ ഇടയിൽ വളരെ ശക്തമാണ് നമ്മളുടെ ആധ്യാത്മിക സംഘടനകൾ എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പാതിരായ്ക്ക് ദേവാലയത്തിൽ ചെന്നാലും ഷിഫ്റ്റ് കഴിഞ്ഞോ അല്ലാതെയോ ഒക്കെ ദേവാലയത്തിൽ മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് കൃപയാചിക്കുന്ന പ്രവാസി സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ചില സഹോദരങ്ങൾ പറയും, ദൈവം ഇന്നും ജീവിക്കുന്നെന്നും ഞങ്ങളുടെ ഇടയിൽ ശക്തമായി ഇന്നും ദൈവം നിലനിൽക്കുന്നുവെന്നും തിരിച്ചറിയുന്നത് നമ്മുടെ നാട് വിട്ട് പ്രവാസികളായി ഗൾഫ് നാടുകളിലും വിദേശത്തുമൊക്കെ പാർക്കുന്ന കൂട്ടായ്മകളിലാണ്, ദേവാലയങ്ങളിലാണെന്ന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും എന്തിനധികം ഒരു പെരുന്നാൾ പോലും നടക്കുന്നത് അവരുടെ സ്പോൺസർഷിപ്പുകളിലാണ്. വികാരി അച്ഛന്മാർ അത് പ്രസ്താവനകളായി കുർബാനാനന്തരം നടത്തുമ്പോൾ നമുക്കത് പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇടയിലെ ആകാശക്കാഴ്ചകൾ എന്നൊരു വകുപ്പുണ്ടല്ലോ. പെരുന്നാളിന് വരുന്ന നോട്ടീസിൽ കാണുന്ന ആകാശക്കാഴ്ചകൾ ഏറിയ പങ്കും വിദേശികളായ പ്രവാസികളായ നമ്മളുടെ സഹോദരങ്ങളുടെ നേർച്ചയാണ്. ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ സഭയുടെ ചൈതന്യം തിരിച്ചറിയുന്നത് പ്രവാസികളുടെ ഇടയിലാണെന്ന് പറയേണ്ടി വരും. നമ്മുടെ ഇടയിലുള്ള നല്ല കലകൾ കാഴ്ചവെച്ചിട്ടുള്ള സംഗീതം, സാഹിത്യം, പ്രസംഗം,
നാട്യം, ഈ ഇനങ്ങളിലെല്ലാം വളരെ ശ്രദ്ധേയമായ കാഴ്ചകൾ വെച്ചിട്ടുള്ള സഹോദരങ്ങൾ ഇപ്പോൾ പ്രവാസികളായി വിദേശത്താണ്. അതും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ USA-യിലും മറ്റ് യൂറോപ്യൻ, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും പോകുന്ന അവസരത്തിൽ 1970-കളുടെ അവസാനവും 80-കളുടെ ആദ്യവും 90-കളിലും അതിനുശേഷവും കുറേ കാലത്തേക്ക് 70-കൾ, 80-കൾ, 90-കൾ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുടെ സാന്നിധ്യം ദേവാലയത്തിൽ കുറവായിരുന്നു. യൂറോപ്യൻ, അമേരിക്കൻ നാടുകളിലാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. പക്ഷേ ഇപ്പം മാറിപ്പോയി. അവിടെ യുവജനങ്ങളുടെ കൂട്ടായ്മകൾ വളരെ ശക്തമായി വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ട്. സൺഡേ സ്കൂളും കഴിഞ്ഞ് ഉച്ചയൂണും കഴിഞ്ഞ്, അല്ലെങ്കിൽ ഉച്ചയൂണ് കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 2 മണി, 4 മണി, 6 മണി ആകുമ്പോഴാണ് മൈലുകൾ താണ്ടി അമേരിക്കയിലും യൂറോപ്പിലുമുള്ള നമ്മളുടെ പ്രവാസികളുടെ ദേവാലയ സംഗമങ്ങളിൽ നിന്ന് അവർ തിരികെ വീട്ടിൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്ന് മെനക്കെടാൻ നമുക്ക് മടിയാണ്. ദേവാലയങ്ങളോട് ബന്ധിച്ച് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ഇരുത്തി സൺഡേ സ്കൂൾ കഴിഞ്ഞ് അത് കാത്ത് അവരെയും കൂടെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തന്നെ നമ്മളുടെ കേരളത്തിലെ മാതാപിതാക്കൾക്ക് വലിയ വൈമുഖ്യമാണ്. പക്ഷേ വിദേശത്ത് അങ്ങനെയല്ല. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന തലം, സഭയിന്ന് ജീവിക്കുന്നത് നമ്മളുടെ നാടുകളിൽ, നമ്മുടെ നാട്ടിലുള്ള ദേവാലയങ്ങളെക്കാളധികം പ്രവാസികളുടെ സംഗമങ്ങൾ, പ്രവാസികളുടെ കൂട്ടായ്മകൾ, സഭാപരമായ കൊച്ചു കൊച്ചു കൂടിവരവുകൾ അവിടെ നമ്മൾ പോകുമ്പോഴാണ് എന്ന് സൂചിപ്പിക്കുവാനാണ്. ചെറുപ്രായത്തിലുള്ളവർ മുതൽ മുതിർന്ന ആളുകൾ വരെ ഇത് വളരെ സന്തോഷമായി കാണുന്നുണ്ട്. ഇതൊരു വളർച്ചയായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ 80-കളുടെ 79, 80, 81 കാലത്ത് യൂറോപ്യൻ നാടുകളിലൊക്കെ പോകുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങളെ കൂട്ടായ്മകളിൽ കാണാനേ ഇല്ല. പിന്നീട് 87-ൽ ഞാൻ എൻ്റെ ബിരുദാനന്തര ബിരുദം വേദശാസ്ത്രത്തിലെടുത്തത് പാരീസിലായിരുന്നു. പാരീസിൽ നിന്ന് ഞാൻ പല യൂറോപ്പിലുള്ള, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് ആ കാലത്ത് 79, 80, 81 കാലഘട്ടത്തിൽ, 82 ആദ്യം വരെ, ആ സന്ദർഭത്തിലൊക്കെ യുവസാന്നിധ്യം ദേവാലയങ്ങളിൽ ഒട്ടുമേയില്ലായിരുന്നു. മലയാളം സംസാരിക്കുന്നത് ഒരു പോരായ്മ പോലെ തിരിച്ചറിഞ്ഞിരുന്നു, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ. എന്നാൽ അത് ഇന്ന് അപ്പാടെ മാറുകയാണ്. അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് മലയാള ഗാനങ്ങൾ, കുർബാനയിലുള്ള ഗാനങ്ങളൊക്കെ മത്സരത്തിന് കൊടുത്ത് പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ചില സൂചനകളാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത്. ഇന്നാണെങ്കിൽ അതിനൊക്കെ പ്രത്യേകം സമയം കണ്ടെത്തുന്നുണ്ട്. അന്ന് ചെറുപ്പക്കാരായിരുന്ന കുഞ്ഞുങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഓർത്തഡോക്സുകാരായിട്ടുണ്ടോ, പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ നഷ്ടമായി പോയി നമുക്ക്. ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ അന്യാധീനപ്പെട്ടു പോയി.
അത് മാതാപിതാക്കളുടെ ഭാഗത്ത് വന്ന ഒരു വീഴ്ചയായിരുന്നു. ഇപ്പോഴത് വളരെ തിരുത്തി. കാരണം അന്ന് പാശ്ചാത്യ ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും സംസ്കാരവും ഒരു അന്തസ്സിൻ്റെ ചിഹ്നമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു തിരിച്ചറിവിലേക്ക് തിരികെ വന്നു. മാതാപിതാക്കൾ മാത്രമല്ല, സാമാന്യം വിവരമുള്ള യുവജനങ്ങളും അത് തിരിച്ചറിഞ്ഞു. വിവാഹിതരായ യുവാക്കളും അത് തിരിച്ചറിഞ്ഞ് അവരുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു. പക്ഷെ ഇവിടെയോ, എവിടെയെങ്കിലും നന്നായി ജോലി ചെയ്ത് കേരളത്തിൽ തന്നെ ഭേദമായ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓർത്തഡോക്സുകാരായ യുവജനങ്ങളുടെ സാന്നിധ്യം ദേവാലയത്തിൽ ഇല്ല. കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂളുകളിൽ കാണാനില്ല. അത് വലിയ നിർബന്ധമല്ല. ഒരു വല്ലാത്ത വൈരുദ്ധ്യം നമ്മളിങ്ങനെ സമ്മിശ്രമായി കാണുകയാണ്. തിരിച്ചറിവിലേക്ക് വരാൻ കാലം വൈകിയോ എന്ന് തോന്നിപ്പോകുന്നു. ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു 30-നും 45-നും ഇടയ്ക്കുള്ള യുവജനങ്ങൾ എവിടെ പോയി എന്ന് തോന്നിപ്പോകും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ അച്ഛന്മാരോടെ ഞാൻ ചോദിക്കുന്നത്, അത് തോന്നുന്നില്ലയോ? നിങ്ങളുടെയൊക്കെ പള്ളി ഞാനും വരുന്നുണ്ട് ഇതുപോലെ. ഞായറാഴ്ച ദിവസത്തെ സംഗമങ്ങളിൽ അവരെവിടെ പോയി? ഇവിടെ ഇല്ലേ? കുറേയേറെ പേർ പ്രവാസികളായി പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ കേരളത്തിന് വെളിയിലാണ് പോകുന്നത്. സാക്ഷര കേരളത്തിൽ ഉപരിപഠനത്തിനുള്ള കലാലയങ്ങൾ, അതിനുള്ള സാധ്യതകൾ വളരെ മങ്ങിയാണ്. അതുകൊണ്ടാണ് കേരളത്തിന് വെളിയിലേക്ക് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്ന് തോന്നിപ്പോകും. എവിടെ പഠിച്ചാലും ജോലി കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വിദേശത്താണെങ്കിൽ അങ്ങനെയല്ല. ഏത് വിഷയത്തിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ജോലി എങ്ങനെയെങ്കിലും അവർക്ക് തരപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ആ വിഷയമല്ല എനിക്ക് പറയാനുള്ളത്. ചിതറിയ ചില ചിന്തകൾ സഭയുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ സംഭാവന, പ്രവാസികളുടെ തിരിച്ചറിവ്, അത് നമുക്ക് പാഠമായി സ്വീകരിക്കുവാൻ നാട്ടിലുള്ളവർക്ക് കഴിയേണ്ടതുണ്ട്. അതിന് പാകമായി സമയം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രഹാതുരത പ്രവാസികൾക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കും. ഗ്രഹാതുരത അക്കാരണത്താലാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നന്മകളും പ്രവാസികൾ അത് തിരിച്ചറിഞ്ഞ് അവരായിരിക്കുന്ന സ്ഥാനത്ത് ആവിഷ്കരിക്കാൻ ആവോളം ശ്രമിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭ പ്രവാസികളുടെ ഇടങ്ങളിലാണ് സജീവമായി നിൽക്കുന്നതെന്ന് അനുഭവപ്പെടുന്നു യാത്രകൾക്കിടയിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. രണ്ടാമതൊരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അതായത് നമ്മളുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പൊതുവായി നോക്കുമ്പോൾ ഇവിടെ വലിയ വ്യാവസായ സംരംഭങ്ങളും കേന്ദ്രങ്ങളും മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവല്ലേ? പിന്നെ എവിടെ നിന്നാണ് ഈ സമ്പന്ന കേരളം, സാക്ഷര കേരളം ഒക്കെയെന്ന് നമ്മൾ വിളിക്കുന്ന ഈ പുതിയ സാഹചര്യം ഉണ്ടായി വന്നത്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ കാണുന്ന ദാരിദ്ര്യം, നിരക്ഷരത, ഇതൊക്കെ വളരെ വളരെ കട്ടിയായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അതിൽ നിന്നും ഭിന്നമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ കാരണക്കാരായി തീർന്നത് നമ്മുടെ പ്രവാസികളാണ്.
സംശയമൊന്നുമില്ല. ആ പ്രവാസികളായി ഇരുന്നവർ ഇപ്പോൾ മടങ്ങി കേരളത്തിൽ വന്ന് പുതിയ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ അങ്ങനെയുള്ളവർ ധാരാളമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വിഷമമില്ല. ഫിലിപ്പ് എത്ര വർഷമായി നാട്ടിൽ വന്നിട്ട്? 3 വർഷമായി. എന്ന പോലെ ധാരാളം ആളുകൾ മുമ്പിലിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സാക്ഷര കേരളം സമ്പന്ന കേരളമായി പരുവപ്പെടുത്തി എടുക്കുന്നതിൽ പ്രവാസികൾക്കുള്ള സംഭാവന ഞാൻ എടുത്തു പറയേണ്ടതില്ല. പക്ഷേ അത് ആദ്യമേ പറഞ്ഞത്, നമ്മളുടെ ഈ ദേവാലയങ്ങളെല്ലാം, പഴയ ദേവാലയങ്ങളെല്ലാം പുതിയ ദേവാലയങ്ങളായി മാറി. കോടിക്കണക്കിന് രൂപ മുടക്കി പള്ളികൾ വലുതാക്കുകയാണ്. ഞായറാഴ്ച ദിവസം ഇങ്ങനെ വലിപ്പം കൂട്ടിപ്പണിത പള്ളികളിൽ ചെല്ലുമ്പോൾ വല്ലാത്തൊരു വിഷമം. എന്തോ വിഷമം? ഇവിടെ 10 പേര്, മുമ്പിൽ പിള്ളേരൊട്ടും ഇല്ല, വിരലിലെണ്ണാൻ കഷ്ടിച്ച്. വലിയ പള്ളി ഒക്കെ നമ്മൾ തീർക്കുന്നുണ്ട്. എങ്കിലും ഈ വലിയ പള്ളി, ഈ പള്ളികളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? പ്രവാസികളുടെ പണമാണ്. ഇവിടുത്തെ പണക്കാർ പിശുക്കന്മാരല്ലയോ? ഇവിടുത്തെ പണക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ, എൻ്റെ മുമ്പിലുള്ള വലിയ പണക്കാരും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇവിടുത്തെ പണക്കാർ പിശുക്കന്മാർ. കേരളത്തിൽ വന്നു കഴിഞ്ഞോ പിശുക്കാരംഭിച്ചു. ഈ പിശുക്കൊന്ന് അയയണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് വെളിയിൽ പോകണം. കേരളത്തിന് വെളിയിൽ പല ഇന്ത്യക്ക് വെളിയിൽ പോകണം. അവരില്ലായ്മയിലാണെങ്കിലും ദേവാലയത്തിന് കൊടുക്കണം. ദൈവം അങ്ങനെ അതിലൂടെ അനുഗ്രഹിക്കും എന്ന് രുചിച്ചറിഞ്ഞ ജീവിക്കുന്നത്. കേരളത്തിൽ പണക്കാരും ധനാഢ്യരും ഇല്ലെന്നല്ല. ഇവിടെ ഒരു സ്കൂൾ അധ്യാപികയ്ക്ക് ലഭിക്കുന്ന ശമ്പളം പോലും ലഭിക്കാത്ത പ്രവാസികളുണ്ട്. അത് നേർക്കാഴ്ചയാണ്. പക്ഷെ ഇവിടുത്തെ സാമാന്യ ഭേദമായ ശമ്പളം ലഭിക്കുന്ന ആളുകൾ കൊടുക്കാൻ മടിക്കുന്നിടത്താണ് പൊരിവെയിലത്ത് വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന തൊഴിലാളികളായും ഒക്കെ പണിയെടുക്കുന്ന വിദേശികൾ കൈയയച്ച് ഇവിടെയുള്ള പള്ളിക്കും പള്ളിക്കാര്യങ്ങൾക്കും സംഭാവനകൾ ചെയ്യുന്നുണ്ട്. വീടുകൾ വളർത്തിയെടുക്കുന്നതിലും അവർക്കുള്ള സംഭാവനകൾ എത്ര അധികമാണെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ദേവാലയങ്ങളും ദേവാലയ പരിസരങ്ങളും നമ്മളുടെ ഭവനങ്ങളും ഭവന പരിസരങ്ങളും അങ്ങനെ കേരളത്തെ, അങ്ങനെ നമ്മളുടെ സഭയെ തന്നെ, സഭാ മക്കളുടെ ജീവിതത്തെ തന്നെ മെച്ചപ്പെടുത്തുന്നതിൽ, ഇന്ന് കാണുന്ന തരത്തിൽ പരുവപ്പെടുത്തി എടുക്കുന്നതിൽ പ്രവാസികൾക്കുള്ള സംഭാവന വളരെയധികമാണ്. ഇതൊരു കുന്നാണല്ലോ. ഇവിടെ പണ്ടൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ആമകളുണ്ടായിരുന്നു. താഴ്വാരത്തു നിന്നും അക്കരെ നിന്നും പത്തനംതിട്ട എന്നൊക്കെ പറഞ്ഞ് വലിയ പുള്ളികളല്ലേ, അവരിവിടെ വന്ന് ഈ കൂടുതൽ സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനെ വന്ന് ഈ കുളം കണ്ടു. കുളത്തിലെ ആമകളെയും കണ്ടപ്പം അവർക്ക് സന്തോഷമായി. അങ്ങനെയാണ് ഈ സ്ഥലം എന്തായിത്തീർന്നത്? എന്തൊരു ഒരു മടി പറയാൻ, എന്തായിത്തീർന്നത്? ആമകളുള്ള കുളം ഉണ്ടായിരുന്നു ഇവിടെ. ഈ കഥ ഈ ദേശത്തിൻ്റെ കഥയാണ്. അത് ഞാൻ കണ്ടെടുത്ത കഥയാണ്. അത് തിരുത്തുന്നത് വരെ എൻ്റെ ഈ കഥ കാര്യമായി നിലനിൽക്കും. കഥയല്ല, ഒരു കാര്യമായി തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ ആരെങ്കിലും അത് മുന്നോട്ട് വന്ന് തിരുത്തണം. നീ ഒരു സാഹിത്യകാരനല്ലയോ, കഥയൊക്കെ എഴുതത്തില്ലയോ, തിരുത്തുന്നോ ഇപ്പം? അതിനിച്ചിരി തൻ്റെ ഇടം വേണം.
ഞാനിങ്ങനെ പ്രസംഗിച്ചു പോയാൽ ശരിയാവുമോ? ഇവിടെ കാര്യമായ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രീമാൻ ജോർജ് വർഗീസ്, അല്ല ജോർജ് വർഗീസാണല്ലോ, ആരാ വന്നിരിക്കുന്നത്? അതെ, ജോർജ് വർഗീസ് അല്ലയോ? ജോർജ് വർഗീസ് സാർ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയും. ഞാനിങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ആമക്കുന്ന് ദേവാലയമാണോ ഇപ്പോഴത്തെ ആമക്കുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആമയുടെ കാര്യം പറഞ്ഞു തുടങ്ങി. പിന്നെ ഒരു കാര്യം, അന്നും ആനയുണ്ടായിരുന്നു, ഇന്നോ അത് വലിയ ശല്യമായി തീർന്നിട്ടുണ്ടല്ലേ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? പ്രശ്നമുണ്ടോ? ആനയോ കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് നമ്മളുടെ അത് വേറൊരു പ്രശ്നം പോകട്ടെ. എന്നാലും പഴയ ആമക്കുന്നാണോ ഇപ്പോഴത്തെ ആമക്കുന്ന്? ആണോ വെച്ചാ വ്യത്യാസമോ? ചെറിയ വ്യത്യാസമാണ്. അടുത്തിൽ മെഡിക്കൽ കോളേജും വന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 50 വർഷം കഴിഞ്ഞു. നന്നേ ചെറുപ്പത്തിൽ ഞാൻ വൈദികനായി ശുശ്രൂഷ ആരംഭിച്ച ആളാണ്. അപ്പോൾ ഈ നാട് മുഴുവനും നന്നായി എനിക്കറിയാം. ചെറുപ്പമായിരുന്ന കാലത്ത് വിദേശത്ത് പോയി യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലൊക്കെ പോയി പഠിക്കാനും നാടുകളൊക്കെ വിദേശം കാണാനും ദൈവം അവസരം തന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ അവസരങ്ങളുണ്ടാകും. ഈ വ്യത്യാസം വളരെ ശക്തമായി മനസ്സിനെ തൊടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രവാസി സംഗമം ഇവിടെ നമ്മൾ വിളിച്ചു കൂട്ടുമ്പം തീർച്ചയായും ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വരും. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ, നമ്മുടെ സഭയുടെ പരാധീനതകളൊക്കെ അകറ്റാൻ, നമ്മളുടെ കൊച്ചു കൊച്ചു ദേവാലയങ്ങളെ വലിയ ആരാധന കേന്ദ്രങ്ങളൊക്കെ മാറ്റാൻ, നമ്മളുടെ മാതാപിതാക്കൾക്ക് പണ്ടത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവർ വിമുക്തരായി അഭിമാനത്തോടെ എൻ്റെ മകൻ, എൻ്റെ മകൾ, അവരുടേതാണ് ഈ വീട്, അവരയച്ചു തന്നതാണ്, അവർ പണിയിപ്പിച്ചതാണ്, അവരുടെ കൈത്താങ്ങോടുകൂടെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നൊക്കെ അഭിമാനത്തോട് പറയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിൽ പ്രവാസികൾക്ക് ഒരു വലിയ സംഭാവനയുണ്ട്. പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുന്ന ആളുകളെ അങ്ങനെ ഒരു കണ്ണോടും അങ്ങനെ ഒരു ചരിതാർത്ഥമായ ഹൃദയത്തോടും കൂടെയാണ് നമുക്ക് കാണാനാവുക. ഇന്നും അവരുടെ അധ്വാനത്തിൻ്റെ, അവരുടെ കൈത്താങ്ങിൻ്റെ നന്മ അറിയുന്നുണ്ട്. നമ്മളുടെ ഭവനങ്ങളും നമ്മളുടെ ദേവാലയങ്ങളും നമ്മളുടെ സമൂഹത്തിൽ താഴേക്കിടയിൽ വിദ്യാഭ്യാസം നടത്താൻ നിർവാഹമില്ല, വീട് വയ്ക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തവർക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അവരുടെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രവാസികളുടെ സംഭാവന വളരെ അധികമാണെന്ന് വീണ്ടും നമ്മൾ ഓർക്കുകയാണ്. ഈ സമ്മേളനം ഒരു തിരികൊളുത്തിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. തീരാം ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടമായി തീരാം, സ്നേഹത്തിൻ തിരുവട്ടമായി തീരാം. പാടാമോ നിങ്ങൾ? ഞാൻ പാടിയല്ലോ, പാടാമോ? എന്താ? തീരാം ഒരു തിരുവട്ടമായി ചൊല്ലിക്കേ. ഓ പോരാ 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 പോരാ. തീരാം ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടമായി തീരാം, സ്നേഹത്തിൻ തിരുവട്ടമായി തീരാം. ഉറക്കെ ചൊല്ലിക്കേ. തീരാം ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടമായി തീരാം,
സ്നേഹത്തിൻ തിരിവട്ടമായി തീരാം. തീർക്കാം ഒരു ചെറുചുറ്റുവട്ടം, ഒരു ചെറുചുറ്റുവട്ടം. അപ്പൊന്ന് പറഞ്ഞേ, തീർക്കാം ഒരു ചെറുചുറ്റുവട്ടം, തീർക്കാം ഒരു ചെറുചുറ്റുവട്ടം, ഒരു ചെറുചുറ്റുവട്ടം തീർക്കാം. സാഹോദര്യത്തിൻ ചുറ്റുവട്ടം തീർക്കാം, സാഹോദര്യത്തിൻ ചുറ്റുവട്ടം തീർക്കാം. തീർക്കാം ഒരു ചെറുചുറ്റുവട്ടം, ഒരു ചെറുചുറ്റുവട്ടം തീർക്കാം. സാഹോദര്യത്തിൻ ചുറ്റുവട്ടം തീർക്കാം. പാടിക്കേ, ആദ്യം മുതലൊന്ന് പാടാൻ ഞാൻ പാടിത്തരാം. ഒന്ന് ചൊല്ലിക്കേ, ഒന്ന് ഓണരട്ടെ. എഴുന്നേൽപ്പിക്കണോ ഞാൻ എല്ലാവരെയും? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? തീരാം ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടം. തീരാം ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടമായി തീരാം. സ്നേഹത്തിൻ തിരുവട്ടമായി തീരാം. തീർക്കാം ഒരു ചെറുചുറ്റുവട്ടം, ഒരു ചെറുചുറ്റുവട്ടം തീർക്കാം. സാഹോദര്യത്തിൻ ചുറ്റുവട്ടം തീർക്കാം, ചുറ്റുവട്ടം തീർക്കാം. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ രചന സംവിധാനം ഞാൻ, ആലാപനം നിങ്ങളെല്ലാവരും കൂടെ. അപ്പോൾ എനിക്കൊരു കൈയടി തന്നേ, നിങ്ങൾ കൈയടി തന്നേ, നല്ലത്. ഞാനീ പാട്ട് പഠിപ്പിച്ചാൽ മറക്കുമോ? ഒന്നുമല്ലെങ്കിൽ ഇന്ന് പ്രവാസ സംഗമത്തിന് പോയത് നന്നായി. വീട്ടിൽ ചെന്ന് ആദ്യം കാണുന്നവർക്ക്, കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് പാട്ട് പഠിപ്പിക്കണം. ആരാ പഠിപ്പിച്ചതെന്ന് ആ കുഞ്ഞുങ്ങളോട് പറയുകയാണ്. എൻ്റെ പേരറിയാമല്ലോ, പറയണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടാം ഈ പാട്ട്. തീരാം ഒരു തിരുവട്ടമായി, തീരാം ഒരു തിരുവട്ടമായി, ചൊല്ലിക്കേ, ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടമായി തീരാം. ഒന്നുകൂടെ, തീരാം ഒരു തിരുവട്ടമായി, തീരാം ഒരു തിരുവട്ടമായി, ഒരു തിരുവട്ടമായി തീരാം. സ്നേഹത്തിൻ തിരുവട്ടമായി തീരാം. തീർക്കാം ഒരു ചെറുചുറ്റുവട്ടം, ഒരു ചെറുചുറ്റുവട്ടം തീർക്കാം. സാഹോദര്യത്തിൻ ചുറ്റുവട്ടം തീർക്കാം, സാഹോദര്യത്തിൻ ചുറ്റുവട്ടം തീർക്കാം. സ്നേഹം എന്ന് പറഞ്ഞാൽ വിളക്കെന്നാണ് അർത്ഥം. സ്നേഹം എന്ന് പറഞ്ഞാൽ എണ്ണ എന്നും അർത്ഥം. എണ്ണയിൽ നിന്നാണ് വെളിച്ചം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് എണ്ണയും വെളിച്ചവും തമ്മിൽ ചേർത്ത് ചിന്തിക്കുന്ന പാരമ്പര്യം നമ്മുടെ ആരാധനയിലുണ്ട്. അവിടെയാണ് ഈ സ്നേഹത്തിൻ തിരുവട്ടത്തിന് ചുറ്റുമുണ്ടാകുന്ന ഒരു തിരുവട്ടത്തിന് ഒരു ചുറ്റുവട്ടം അതുണ്ടാക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അതിന് എഫൾജൻസ് എന്ന് പറയും. എഫൾജൻസ്, ഒരു പ്രഭാവലയം ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ഒരു തിരിയും ഒരു പ്രഭാവലയം തീർക്കുന്നുണ്ട്, ഒരു ചുറ്റുവട്ടം സൃഷ്ടിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ തിരുവട്ടം സാഹോദര്യത്തിൻ്റെ ചുറ്റുവട്ടം തീർക്കും എന്ന് സാരം. ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവാസികൾ വളരെ സന്തോഷത്തോടെ ഇവിടെ ഇത്രയും പേർ വളരെ താല്പര്യത്തോടെ കൂടി വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ അങ്ങനെ അങ്ങ് വന്നുകൂടാൻ അത്ര വലിയ താല്പര്യം കാണിക്കില്ല. എന്നാൽ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് രാവിലെ മുതൽ ഇങ്ങനെ വന്ന് ഈ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നു എന്ന് കാണുന്നതിലുള്ള സന്തോഷം പ്രത്യേകം ഞാനിവിടെ എടുത്തു പറയുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാസികളുടെ ഈ സംഗമം ഒരു വെളിച്ചം പകർന്നു കൊടുക്കുന്ന തിരുവട്ടമായി ഭവിക്കട്ടെ.
സ്നേഹത്തിൻ്റെ തിരുവട്ടമായും അതുണ്ടാക്കിയെടുക്കുന്ന സാഹോദര്യത്തിൻ്റെ ചുറ്റുവട്ടം നമുക്ക് നിലനിർത്താൻ, പ്രോജ്വലിപ്പിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിലും ദൈവനാമത്തിൽ നിർവഹിച്ചുകൊണ്ട് ഒരു വാക്കുകൾ